വിശുദ്ധ ലൂക്കോസ് 12:16. ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം തികയുകയില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതായി പണിയും. എൻ്റെ വിളവുകളും വസ്തുക്കളും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഭക്ഷിക്കുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. പക്ഷേ ആ രാത്രി ദൈവം അവനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. സുഗത സെൻറ് മേരി സൺഡേ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നൃത്തശില്പം ശ്രദ്ധിക്കൂ. കൊയ്ത്തുപാട്ടിൻ നീണം പാടം പൂത്തുലഞ്ഞൊര നാളുകളിൽ പാണൻ കഥയൊന്നു ചൊല്ലിപ്പോയി. പാടം പൂത്തുലഞ്ഞൊര നാളുകളിൽ പാണൻ കഥയൊന്നു ചൊല്ലിപ്പോയി. വഴിയാത്രക്കിടയിൽ താൻ കേട്ട കഥ, വഴിതെറ്റാതെ നീങ്ങാൻ ചൊല്ലും കഥ. വഴിയാത്രക്കിടയിൽ താൻ കേട്ട കഥ, വഴിതെറ്റാതെ നീങ്ങാൻ ചൊല്ലും കഥ. ദൂരത്തൊരു നാട്ടിൽ ഒരു ധനവാനുണ്ടേ, ഏറെ കൃഷിയിടമുള്ളൊരു ധനവാനുണ്ടേ. പാവങ്ങളേറെ തൻ ചുറ്റിലുമുണ്ടേ, അവരെല്ലാം ആശ്രിതരായി കൂടെയുണ്ടേ. ദൂരത്തൊരു നാട്ടിൽ ഒരു ധനവാനുണ്ടേ, ഏറെ കൃഷിയിടമുള്ളൊരു ധനവാനുണ്ടേ. പാവങ്ങളേറെ തൻ ചുറ്റിലുമുണ്ടേ, അവരെല്ലാം ആശ്രിതരായി കൂടെയുണ്ടേ. പണിയായുധമെല്ലാം ഉയർന്നുതാണു, പാടത്തെ മണ്ണിൽ പുതുവിത്തു വീണു. പണിയായുധമെല്ലാം ഉയർന്നുതാണു, പാടത്തെ മണ്ണിൽ പുതുവിത്തു
വിത്തെല്ലാം മുള പൊട്ടി മുളച്ചുവല്ലോ, പാവങ്ങൾ അവരുടെ വിയർപ്പ് വീണു. വിത്തെല്ലാം മുള പൊട്ടി മുളച്ചുവല്ലോ. പച്ചപ്പട്ടൊന്നു പുതച്ച പോലെ, പട്ടിൽ പൂമൊട്ടു വരച്ച പോലെ, പച്ചക്കിളികൾ പറന്നിരുന്നു, പാടം പൂങ്കാറ്റിൽ ഉയലാടുന്നു. കൊയ്ത്തിന്റെ കാലമെത്താറായി, കൊയ്ത്തു പാട്ടിന്റെ മുഴക്കമായി, അരിവാളും കതിരുകളും കണ്ടുമുട്ടി, അവരപ്പോൾ തമ്മിൽ തമ്മിൽ കുശലം ചൊല്ലി, കൊയ്ത്തു പാട്ടിന്റെ ഈണമാ. കൊയ്തിട്ടും തീരുന്നില്ല, മെതിച്ചിട്ടും തീരുന്നില്ല. വയലുകളിൽ വിളവേറെ, അറപ്പുരയോ നിറയാറായി, ഇനി എന്തു ചെയ്തിടും ഞാൻ, വിളവെന്തു ചെയ്തിടും ഞാൻ. പലവട്ടം ചിന്തിച്ചു ധനവാനപ്പോൾ, പലവട്ടം ചോദിച്ചു തന്നോടായി. വയലുകളിൽ വിളവേറെ, അറപ്പുരയോ നിറയാറായി, അറപ്പുരകൾ വലുതാക്കി പണിഞ്ഞിടുവാൻ, അതിലെല്ലാം സംഭരിക്കാൻ നിശ്ചയിച്ചു. ഒട്ടിയ വയറുമായത്രയും നാൾ, ഒട്ടേറെ ക്ലേശം സഹിച്ചുകൊണ്ട്, പാടത്തു പണി ചെയ്ത പാവങ്ങളെ കാണാതവൻ ആ ധാന്യമെല്ലാം സ്വന്തം വീട്ടിൽ സംഭരിച്ചു, സ്വന്തം വീട്ടിൽ സംഭരിച്ചു. തന്നോടു തന്നെ അവൻ മൊഴിഞ്ഞു, എൻ മനമേ നീ ആനന്ദിക്കൂ, തിന്നുകുടിച്ചു നീ വിശ്രമിക്കൂ, എല്ലാ സുഖങ്ങളും അനുഭവിക്കൂ. നിനക്കായി എല്ലാം സംഭരിച്ചു ഞാൻ, നിനക്കായി എല്ലാം സംഭരിച്ചു. ആരാവിൽ ദൈവം അവനുടെ മുന്നിലെത്തി, ചങ്കിനു നേരെ വിരൽ ചൂണ്ടി അവനോട് ചൊല്ലി, ഈ രാവിൽ നിന്റെ ജീവൻ ഞാനെടുത്താൽ, നീ സംഭരിച്ചവയെല്ലാം ആരുടേതാകും? അറപ്പുരയല്ല പൊളിക്കേണ്ടത്, അവരന്നു ഹൃദയത്തിൽ ഇടമേകിടാൻ. ഹൃദയം പൊളിച്ചു പണിഞ്ഞിടേണം, ഹൃദയം പൊളിച്ചു പണിഞ്ഞിടേണം.